NCP സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെ മാറ്റാനുറച്ച് മന്ത്രി AK ശശീന്ദ്രൻ വിഭാഗം. ചാക്കോ വിരുദ്ധ നീക്കത്തിൽ തോമസ് കെ തോമസ് MLAയും ശശീന്ദ്രനൊപ്പമാണ്. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ ഭിന്നതയൊന്നും ഇപ്പോൾ PC ചാക്കോയ്ക്കെതിരായ നീക്കത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ഇതിലാണല്ലേ, ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിലേക്ക് പോവുകയാണ്. സ്മിത, മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അടഞ്ഞ അധ്യായമായി. AK ശശീന്ദ്രനെ മാറ്റാനില്ല എന്ന കാര്യം CPM നേതൃത്വവും മുഖ്യമന്ത്രി നിലപാടെടുത്തു. അതോടെ ആ വിവാദങ്ങൾ അവസാനിച്ചു. എന്നാൽ ഇപ്പോൾ PC ചാക്കോയ്ക്കെതിരെയുള്ള ശക്തമായ പടയൊരുക്കമാണ് NCP നടക്കുന്നത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ AK ശശീന്ദ്രൻ്റെ വസതിയിൽ NCP നേതാക്കളുടെ, ശശീന്ദ്രനെ അനുകൂലിക്കുന്ന നേതാക്കളുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും തോമസ് കെ തോമസ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. ഈ യോഗത്തിലെടുത്തിരിക്കുന്ന മൂന്ന് തീരുമാനങ്ങളാണ് ഉള്ളത്. ഒന്ന്, PC ചാക്കോയെ അംഗീകരിച്ചിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ചാക്കോയെ മാറ്റണമെന്ന കാര്യം ചർച്ച ചെയ്യാനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ ബോഡി വിളിക്കണമെന്ന് PC ചാക്കോയോട് ആവശ്യപ്പെടും. NCPക്ക് ഒരു ബ്ലോക്കിൽ 3 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണുള്ളത്. ഈ 140 ബ്ലോക്കുകളിലെ 3 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് 500ഓളം പേരടങ്ങുന്നതാണ് ജനറൽ ബോഡി. ഈ ജനറൽ ബോഡിയാണ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടി ഭരണഘടന പ്രകാരം. അതുകൊണ്ടാണ് ജനറൽ ബോഡി വിളിച്ച് ചാക്കോയെ നീക്കാനുള്ള നീക്കവുമായി AK ശശീന്ദ്രൻ പക്ഷം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജനറൽ ബോഡി വിളിക്കാൻ PC ചാക്കോ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ സമീപിക്കാനാണ് തീരുമാനം. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒപ്പുശേഖരണം പാർട്ടിക്കകത്ത് ആരംഭിച്ചു. ചാക്കോ ജനറൽ ബോഡി വിളിക്കുമെന്ന് ശശീന്ദ്രൻ പക്ഷം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരത് പവാറിനെ സമീപിക്കാനാണ്. ഇതോടൊപ്പം തന്നെ LDF നേതൃത്വത്തിനും CPM നേതൃത്വത്തിനും കത്ത് നൽകാനും തീരുമാനിച്ചു. അതായത് AK ശശീന്ദ്രനും തോമസ് കെ തോമസും അടങ്ങുന്ന NCPക്കാരെയാണ് ഔദ്യോഗിക വിഭാഗമായി കരുതേണ്ടത്, തങ്ങൾക്കാണ് അംഗീകാരം നൽകേണ്ടതെന്ന ആവശ്യം ഉന്നയിച്ച് CPM നേതൃത്വത്തിന് കത്ത് നൽകുന്നു. CPMൻ്റെ പരോക്ഷ പിന്തുണയോടുകൂടിയാണ് ശശീന്ദ്രൻ ഈ നീക്കം NCPക്കകത്ത് നടത്തുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്മിത. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഈ LDFൽ ഇത്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടായ ചില റിപ്പോർട്ടുകളിൽ AK ശശീന്ദ്രനെ എതിരായ വിമർശനത്തിൽ ഒപ്പം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി ഈ വനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പലയിടങ്ങളിലും ഇടപെടാത്ത വനമന്ത്രിയെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ആ രീതിയിൽ ചില റിപ്പോർട്ടുകളും വന്നിരുന്നു. അത് ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടായ പരാമർശമാണ്. അപ്പോൾ ആ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും വനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമ്പോൾ ഈ വിഷയത്തിൽ അതെങ്ങനെ വരും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? CPIMൻ്റെയും മുഖ്യമന്ത്രിയുടെയും പൂർണ്ണ പിന്തുണ മന്ത്രി AK ശശീന്ദ്രനുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെയാണ്. 1980-ൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നീ കാണുന്ന മുന്നണി രൂപീകരിക്കുമ്പോൾ മുതൽ ആ മുന്നണിയുടെ ഭാഗമായിരുന്നു NCPയുടെ പൂർവ്വരൂപമായ കോൺഗ്രസ് എസ്. പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങളും കോൺഗ്രസ് എസിലും പിന്നീട് NCP ആവുകയൊക്കെ ചെയ്തെങ്കിലും ശശീന്ദ്രൻ ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് പുറത്തു പോയിട്ടില്ല. ആകെ അതിന് വിപരീതമായി സംഭവിച്ചത് NCPയിൽ DICK ലയിച്ചപ്പോഴാണ്. DICK ലയിച്ച് NCP വഴി ഇടതുമുന്നണിയിൽ പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ അതിനെ CPM എതിർത്തു. ആ ഘട്ടത്തിൽ മാത്രമാണ് ശശീന്ദ്രൻ വിപരീതമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നാൽ പിന്നീട് DICKയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ശശീന്ദ്രൻ കൂട്ടും മുന്നണിയിലേക്ക് തിരികെ വന്നു. ഈ സാഹചര്യത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ശശീന്ദ്രൻ അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാൻ കാരണം. എന്തായാലും വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടുത്ത് തന്നെ ഒരു യോഗം വിളിക്കുന്നുണ്ട്. ഈ യോഗത്തിൽ താൻ തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകുമെന്ന കാര്യം മുഖ്യമന്ത്രി AK ശശീന്ദ്രനെ അറിയിച്ചിട്ടുമുണ്ട്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും NCPയിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ പോയി ദേശീയ തലത്തിൽ അതിന് ചർച്ചകൾ നടക്കണം. എന്താണ് ഉണ്ടാവുക എന്നൊക്കെ കണ്ടു തന്നെ അറിയാം.